അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊരു പക്ഷേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഞാനിടുന്ന വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടാൻ ശ്രമിക്കുക. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അതെനിക്കൊരു പ്രചോദനമാകും. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഒരു ബെല്ലൈക്കണുണ്ട്, ഒരു മണിയടയാളം, അതും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഞാൻ തുടർന്നിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് അപ്പോൾ തന്നെ എത്തും, നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കൂടാതെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ തിരുവോണാശംസകൾ നേരുന്നു. നമസ്കാരം. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നോയ്സ് കയറി വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഓണാഘോഷം നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഇടവേളയിലാണ് ഞാൻ ഇങ്ങനെ കയറി വീഡിയോ ചെയ്യുന്നത്. കാരണം സമയമില്ല, ഓണത്തിന് മുമ്പ് ഇത് അപ്ലോഡ് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ഈ തിരക്കിനിടയ്ക്ക്. അപ്പം കാര്യമായിട്ട് എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല, പെട്ടെന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചിലപ്പോൾ നോയ്സ് വരാം, അതൊക്കെ ദയവായി ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഓണം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ചിത്രമുണ്ട്. എന്താണെന്നല്ലേ? ഒരു പൂക്കളത്തിൻ്റെ ചിത്രം. അതാണ് നമ്മൾ കുഞ്ഞുനാളിൽ മുതൽ നമ്മൾ ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു ചിത്രം. അത് കഴിഞ്ഞ് ഊഞ്ഞാലിൻ്റെ ചിത്രം വരും, പിന്നെ മാവേലിയുടെ ചിത്രം വരും, പിന്നെ ഓണസദ്യയുടെ ചിത്രം വരും. പിന്നെ അതാത് ഓരോ ആൾക്കാരുടെ ഭാവന അനുസരിച്ച് ഓരോരോ രൂപങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കും. അപ്പോൾ എന്ത് തന്നെ ആയാലും ആദ്യം വരുന്നത് പൂക്കളം തന്നെ ആയിരിക്കും. അപ്പോൾ ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് പൂക്കളമാണ്, പിന്നെ ഓണസദ്യ, പിന്നെ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കലാപരിപാടികൾ. അത് ഊഞ്ഞാൽ, പല വടംവലി, കസേരകളി, അങ്ങനെ ഒരുപാട് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കലാപരിപാടികളുണ്ട്. അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാവുന്നതാണ്. അപ്പോൾ വിഷയം അതല്ല. ഓണം എന്ന വാക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടിരിക്കുന്ന ആ ഓണം, അതായത് നമ്മുടെ മലയാളികളുടെ തിരുവോണം അല്ലെങ്കിൽ ഓണം. അപ്പോൾ ഈ ഓണം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? നിങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോൾ ഓണം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമെങ്കിൽ ദയവായി കമൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഓണം എന്ന വാക്കിൽ നിന്ന് പിന്നെ ഐതിഹ്യം, അത് കഴിഞ്ഞ് ചരിത്രം, അങ്ങനെ പറഞ്ഞു വരാം. അപ്പോൾ നമുക്ക് ഓണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പരിശോധിക്കാം. അപ്പോൾ തിരുവോണത്തെക്കുറിച്ച് പറയുമ്പോൾ തിരുവോണം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? നമ്മൾ തിരുവോണം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഒരു പൂക്കളത്തിൻ്റെ ചിത്രമാണ്. അത് കഴിഞ്ഞൊരു ഊഞ്ഞാലിൻ്റെ ചിത്രം വരാം, പിന്നെ ഓണസദ്യയുടെ ചിത്രം വരാം, അത് കഴിഞ്ഞ് പിന്നെ ഓണത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുണ്ട്, അതിൻ്റെ ചിത്രം വരാം. അത് വടംവലി, കസേരകളി, അല്ലെങ്കിൽ സുന്ദരിക്ക് പൊട്ടുകുത്തൽ, പല കലാപരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഓണത്തല്ലും ഉണ്ട് കേട്ടോ, അത് പറയാതെ വയ്യ. അങ്ങനെ അപ്പോൾ ഇത്തരം കലാപരിപാടികൾ അതാത് പ്രദേശത്ത്, ഓരോ പ്രദേശത്ത് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാലും മലയാളികളല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തിരുവോണം തന്നെയാണ്. അവിടെ വർണ്ണവർഗ ഭേദമില്ലാതെ, അതുപോലെ ഈ പറയുന്ന പോലെ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ എന്നുള്ള ഭേദമൊന്നുമില്ല. എല്ലാവരും, ഇപ്പോൾ ദരിദ്രരായാലും ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടുള്ളവരായാലും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ, അവിടെയൊക്കെ വളരെ കഷ്ടപ്പാടായിരിക്കും, ഓണം ആഘോഷിക്കാനുള്ള സെറ്റപ്പൊന്നും കാണില്ല. എന്നാലും മലയാളിയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആഘോഷിച്ചിരിക്കും. അതാണ് തിരുവോണത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി പറയുന്നത് ഈ തിരുവോണം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അറിയാമോ? നിങ്ങൾക്കറിയാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ ഞാൻ പറഞ്ഞുതരാം. തിരുവോണം എന്ന വാക്കിൻ്റെ അർത്ഥം, അതായത് ഈ ഓണം എങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്. നമ്മുടെ പൂർവികന്മാർ പണ്ട് കാലത്ത്, അപ്പം അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു 6 മാസത്തോളമൊക്കെ നല്ല മഴയായിരിക്കും. അത് കഴിഞ്ഞാണ് പതുക്കെ വെയിൽ വരുന്നത്. അപ്പോൾ ഈ 6 മാസക്കാലത്തോളം ഏകദേശം പഞ്ഞമായിരിക്കും. കാരണം മഴ തന്നെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് പുരോഗമനം ഉണ്ടായത്, ശാസ്ത്രമാണെങ്കിലും ടെക്നോളജിയൊക്കെ പുരോഗമിച്ചത്. മുമ്പ് കാലത്ത് അതൊന്നുമില്ല, വിദ്യുത് ശക്തി പോലും ഇല്ലാത്ത കാലമാണ്. അങ്ങനെയുള്ള സമയത്ത് ആ കാലത്ത് ജീവിച്ചിരുന്നവർ ഈ 6 മാസക്കാലം വീട്ടിൽ തന്നെ കഴിച്ചുകൂടുകയായിരുന്നു. 6 മാസത്തേക്കുള്ളതൊക്കെ അവർ കരുതി വെക്കും, കൃഷിയൊക്കെ ചെയ്ത് കരുതി വെക്കും, വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് ചെയ്തിരുന്നത്.
അപ്പോൾ 6 മാസക്കാലം കഴിഞ്ഞാണ് അവർ പുതിയ സംരംഭങ്ങൾ ഈ മഴ മാറിയ ശേഷമാണ് തുടങ്ങിയിരുന്നത്. അപ്പോൾ ഇത് തുടങ്ങിയിരുന്നത് ശ്രാവണ മാസത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്രാവണ മാസത്തിൽ തിരുവോണ നാളിലാണ് ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത്. കച്ചവടമായാലും മറ്റെന്ത് പുതിയൊരു തുടക്കമൊക്കെ കുറിക്കുന്നത് കൃഷിയാണെങ്കിലും ഒക്കെ ഈ ശ്രാവണ മാസത്തിലാണ്. അപ്പോൾ ഈ ശ്രാവണ മാസത്തിലെ തിരുവോണ നാളിലാണ് അത് വന്നുകൊണ്ടിരുന്നത്, ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ശ്രാവണ മാസത്തിലെ തിരുവോണ നാളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും പുതിയ കച്ചവടങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങി വയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ശ്രാവണ മാസത്തിൽ തിരുവോണ നാളിലാണ്. അപ്പോൾ ഈ തിരുവോണം എന്ന വാക്കിന് പാലി ഭാഷ നമ്മുടെ മലയാളമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പാലി ഭാഷയിൽ തിരുവോണത്തിന് അല്ലെങ്കിൽ ഓണത്തിന് ശ്രാവണ മാസം, അതായത് ഈ ശ്രാവണ മാസത്തിലെ തിരുവോണ നാളാണ് നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ശ്രാവണ മാസത്തിന് പാലി ഭാഷയിൽ ശ്രാവണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് ശ്രാവണം. അപ്പോൾ ഈ ശ്രാവണം പിന്നീട് ലോപിച്ചിട്ട് ആവണം എന്നായി മാറിയെന്നും ആ ആവണം പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞ് കടന്നുപോയപ്പോൾ ഓണമായി മാറിയെന്നുമാണ് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ശ്രാവണം എന്ന മാസം. അപ്പോൾ ശ്രാവണം മാസം ലോപിച്ചിട്ട് ആവണമായും ആവണം പിന്നീട് ഓണമായും മാറുകയായിരുന്നു. അതാണ് ചരിത്രം പറയുന്നത്. ഇനി നമുക്ക് ഐതിഹ്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ ഈ പൊന്നിൻ ചിങ്ങമാസം എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ പൊന്നിൻ ചിങ്ങമാസത്തെയും ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പറയുന്നതാണ്. അതായത് ഈ മഴക്കാലം മാറുന്നതിനായിട്ട് സ്വർണം എന്ന് അന്ന് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. ഇപ്പം നമ്മുടെ കുരുമുളകൊക്കെ കറുത്ത പൊന്നെന്നാണ് അക്കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ സ്വർണവുമായിട്ട് വള്ളങ്ങൾ, കപ്പൽ ഇതെല്ലാം നങ്കൂരിട്ട് കിടക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഈ മഴക്കാലം കഴിയുന്നതിന് വേണ്ടി. അപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞ് ഈ ശ്രാവണ മാസത്തിൽ ഈ വള്ളങ്ങളും കപ്പലുകളും ഒക്കെ സ്വർണവുമായിട്ട് തീരത്ത് വരുന്ന ആ ഒരു ചിങ്ങമാസം, അതിനെ മലയാളികൾ പിന്നെ പൊന്നിൻ ചിങ്ങമാസമാക്കിയെന്നാണ് പറയുന്നത്. അത് പിന്നെ പൊന്നോണമായി. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഇപ്പം നിങ്ങൾക്ക് ഈ അറിവ് അറിയുന്നവരുണ്ടാകാം, പക്ഷെ അറിയില്ലാത്തവരും ഉണ്ടാകാം. അവരുടെ അറിവിലേക്കാണ് ഇത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കിത് അറിയാമായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി പറയുന്നത് ഐതിഹ്യമാണ്. ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എഴുതി വയ്ക്കപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വാമൊഴികളിലൂടെ പകർന്നു നൽകപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. തലമുറകളായിട്ടൊക്കെ നമ്മൾ പഴയ പുരാണം കാര്യങ്ങളൊക്കെ ഇല്ലേ, അതാണ്. അപ്പോൾ വളരെ പണ്ട് മഹാബലി എന്നൊരു ചക്രവർത്തി കേരള നാട് ഭരിച്ചിരുന്നു എന്നും, അന്ന് രാജാക്കന്മാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ മുഗളന്മാരൊക്കെ വരുന്നതിന് മുമ്പ് ഉള്ള കാലമാണ് പറയുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ രാജാക്കന്മാരുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അന്ന് ഭരിച്ചിരുന്ന മഹാബലി എന്ന് പറയുന്ന രാജാവ് പ്രജാക്ഷേമ തൽപരനും ദാനശീലനും ഒക്കെയുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മഹാബലി എന്ന പേരിൻ്റെ അർത്ഥം തന്നെ മഹായോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി എന്നാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് പ്രജകളൊക്കെ, രാജാവിൻ്റെ അവിടുത്തെ നമ്മുടെ ജനങ്ങളൊക്കെ വളരെ ശാന്തിയോടെ, സമാധാനത്തോടെ, സമ്പൽ സമൃദ്ധിയോടെ കഴിഞ്ഞിരുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് എങ്ങും പഞ്ഞമില്ല, കള്ളപ്പറയില്ല, ചെറുനാഴിയില്ല, അതുപോലെ തന്നെ കള്ളത്തരങ്ങളും തട്ടിപ്പ് വെട്ടിപ്പൊന്നുമില്ല. എല്ലാവരും ഈക്വലായിട്ട്, സമന്മാരായിട്ട് നല്ല സന്തോഷത്തോടെ സമ്പൽ സമൃദ്ധിയോടെ കഴിഞ്ഞിരുന്ന നല്ല സമൃദ്ധിയുടെ ഒരു കാലമായിരുന്നു ഈ മഹാബലി ചക്രവർത്തിയുടെ കാലം. അപ്പം അങ്ങനെ കാലം കടന്നു പോകവേ ഈ മഹാബലി ചക്രവർത്തിക്ക് എനിക്ക് ഈ ചക്രവർത്തി പദം കൊണ്ട് പോരാ, ഇനി എനിക്ക് സ്വർഗലോകം കൂടെ പിടിച്ചടക്കണമെന്നുള്ളൊരു ചിന്തയുണ്ടായി. ആ ചിന്തയിൽ നിന്ന് അദ്ദേഹം തൻ്റെ ഗുരുവര്യന്മാരെയൊക്കെ, ആചാര്യന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തു. അസുരഗുരുവിനെയൊക്കെ വിളിച്ചു വരുത്തി ചോദിച്ചു എന്താണ് അതിനുള്ളൊരു ഉപായം. അപ്പോൾ അവർ പറഞ്ഞു, ഒരു യാഗം അങ്ങ് നടത്തിക്കളയുക, വിശ്വജിത്ത് എന്ന് പറഞ്ഞ ഒരു യാഗം നടത്താൻ. അപ്പോൾ മഹാബലി വിശ്വം ജയിക്കാനുള്ള യാഗം അങ്ങ് തുടങ്ങി. അപ്പോൾ ദേവേന്ദ്രന് ഭയമായി. ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ രാജാവാണ്. അദ്ദേഹം തൻ്റെ സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ആരെങ്കിലും അതിന് ശ്രമിക്കുകയാണെങ്കിൽ അപ്പം തന്നെ അതിനുള്ള പ്രതിക്രിയ ചെയ്യും. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അത് ഇല്ലാതാക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ ദേവേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഭയചകിതനായി. അദ്ദേഹത്തിന് ദേവന്മാരെല്ലാം പേടിച്ചു. ഇനിയിപ്പോൾ ഈ അസുര ചക്രവർത്തി സ്വർഗ്ഗലോകത്ത് വന്ന് എന്നെ ചവിട്ടി പുറത്താക്കിയിട്ട് ഇവിടം പിടിച്ചടക്കുകയാണെങ്കിൽ ഞാനിനി എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത ദേവേന്ദ്രനെ വല്ലാതെ അലട്ടിയിരുന്ന സമയത്ത് അദ്ദേഹം മഹാവിഷ്ണുവിനെ ചെന്ന് കാണുകയും ഇതിനൊരു ഉപായം ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ മഹാവിഷ്ണു അതിനുള്ള ഒരു ഉപായം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്
ദേവേന്ദ്രനെ തിരിച്ചയച്ചു. എന്നിട്ട് ഈ യാഗം നടക്കുന്ന സ്ഥലത്ത്, വിശ്വം ജയിക്കാനുള്ള യാഗം നടക്കുന്ന സ്ഥലത്ത്, തമ്പുരാൻ മഹാബലി ചക്രവർത്തി നടത്തുന്ന വിശ്വം ജയിക്കാനുള്ള ഈ മഹായാഗ സ്ഥലത്ത് മഹാവിഷ്ണു വാമന രൂപത്തിൽ അവതരിച്ചു. അപ്പൊ തൻ്റെ യാഗശാലയിൽ കടന്നു വന്ന അതിതേജസ്സുള്ള, പൊക്കം കുറഞ്ഞ, ദൃഢഗാത്രനായ ആ വാമന രൂപത്തെ കണ്ടപ്പോൾ മഹാബലി ചക്രവർത്തിക്ക് വല്ലാത്ത ഒരു സന്തോഷവും വല്ലാത്ത ഒരു മാനസികമായിട്ടുള്ളൊരു ഒരു അനുഭൂതി ഉണ്ടായി. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഈ വാമന രൂപത്തെ തൻ്റെ യാഗശാലയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ആചാരോപചാരങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് തൊഴുതുകൊണ്ട് അങ്ങക്ക് എന്താണ് വേണ്ടത്, ഞാൻ എന്താണ് അങ്ങക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ഈ വാമന രൂപത്തോട് ചോദിച്ചു. അപ്പോൾ വാമനൻ പറഞ്ഞു, എനിക്ക് സ്വർണമോ പണമോ ഒന്നും അങ്ങ് തരണ്ട, എനിക്ക് ആശ്രമം കെട്ടി താമസിക്കാം, അതായത് എനിക്ക് ഇരുന്ന് തപസ് ചെയ്യാനായിട്ട് വെറും 3 അടി മണ്ണ് മാത്രം അങ്ങ് നൽകിയാൽ മതിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ 3 അടി മണ്ണ് നൽകാമെന്ന് മഹാബലി ചക്രവർത്തി തീരുമാനിക്കുകയും അങ്ങനെ ആ 3 അടി മണ്ണ് ദാനം ചെയ്യാനായിട്ട് തൻ്റെ കയ്യിൽ കിണ്ടിയിൽ നിന്ന് ജലമിട്ട മാത്രയിൽ അസുരഗുരുവായ ശുക്രാചാര്യർ മഹാബലി ചക്രവർത്തിയെ തടഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ആപത്താണ്, ഈ വന്നിരിക്കുന്നത് മഹാവിഷ്ണുവാണ്, അങ്ങേ ചതിക്കാൻ വന്നിരിക്കുവാണ്, യാതൊരു കാരണവശാലും ദാനം കൊടുക്കരുത്, കൊടുത്തുപോയാൽ അങ്ങക്ക് ആപത്താണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മഹാബലി ചക്രവർത്തിക്ക് ഇത് മനസ്സിലായിരുന്നു, വന്നിരിക്കുന്നത് മഹാവിഷ്ണുവാണെന്ന് മനസ്സിലായ മഹാബലി യാതൊരു സങ്കോചവും കൂടാതെ അദ്ദേഹം ആവശ്യപ്പെട്ട ആ 3 അടി മണ്ണ് അളന്നെടുക്കുവാനായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം 1-ാമത്തെ 2-ാമത്തെ അടി കൊണ്ട് ഭൂമിയും സ്വർഗവും അളന്നതിന് ശേഷം 3-ാമത്തെ അടി ഞാൻ എവിടെ വെക്കേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ മറ്റു മാർഗം കാണാഞ്ഞിട്ട് സാക്ഷാൽ മഹാബലി ചക്രവർത്തി തൻ്റെ തല കുമ്പിട്ട് കൊടുത്തു. ആ തലയിൽ വാമനമൂർത്തി ചവിട്ടുകയും അദ്ദേഹം തൽക്ഷണം പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം പാതാളത്തിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം പാതാളത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ വാമനമൂർത്തിയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, അങ്ങ് എൻ്റെ പ്രജകളെ കാണാനായിട്ട് വർഷത്തിലൊരിക്കൽ അനുവദിക്കണമെന്നും അവരെ വന്ന് കാണാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ തന്നെ അനുവദിക്കണമെന്ന് പറയുകയും അത് മഹാവിഷ്ണു അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു ദിവസം, അതായത് തിരുവോണ ദിവസം, ശ്രാവണ മാസത്തിലെ തിരുവോണ ദിവസം തൻ്റെ പ്രജകളെ കാണാനായിട്ട് ആ മഹാബലി തമ്പുരാൻ എല്ലാ വർഷവും വരുന്നുവെന്നാണ് വിശ്വാസം. അദ്ദേഹം തൻ്റെ പ്രജകളെയൊക്കെ കണ്ട് ഓണമൊക്കെ ആഘോഷിച്ച് കൂടി തിരിച്ചു പോകുന്നുവെന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഐതിഹ്യപരമായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഐതിഹ്യത്തിൽ അങ്ങനൊരു വിശ്വാസം, അതാണ് നമ്മൾ ഈ മഹാബലിയായിട്ട് പറയുന്നത്. നമ്മൾ തലമുറകളോളം വിശ്വസിച്ച് വരുന്ന ഒരു കാര്യമാണിത്. ഇനി കുറച്ചുകൂടെ മുമ്പോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ 1961 ശ്രീ പട്ടംതാണു പിള്ളയുടെ മന്ത്രിസഭ, അതായത് 1961 കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ശ്രീ പട്ടംതാണു പിള്ള മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ചത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ബിഹു അല്ലെങ്കിൽ ഗുഡിപ്പടുവ, അതുപോലെ തമിഴ്നാട്ടിൽ പൊങ്കൽ, കർണാടകയിൽ ദസറ പോലെ അതീവ പ്രാധാന്യമുള്ള മലയാളികളുടെ ഒരു ഉത്സവമാണ് ഓണം. അപ്പോൾ ചിങ്ങമാസത്തിലെ അത്തം തുടങ്ങി തിരുവോണം നാൾ വരെ പൂക്കളവിട്ടും എന്താ പറയുക, പലവിധ ആഘോഷങ്ങളും കളികളും ഒക്കെ ആയിട്ട് തിരുവോണ നാളിൽ സമാപിക്കുന്നതാണ് ഓണാഘോഷം. അങ്ങനെയാണ് കേരളത്തിൽ നടന്നു വരുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ അങ്ങനെയാണ് ആഘോഷിക്കുന്നത്. ഓണത്തെക്കുറിച്ച് പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ കമൻറ്റ് പോസിറ്റീവായാലും നെഗറ്റീവായാലും കുഴപ്പമില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. കാരണം അതെനിക്ക് മുമ്പോട്ടുള്ള പോക്കിന് ഒരു പ്രചോദനമാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനിയും നല്ല നല്ല വീഡിയോകൾ വീണ്ടും ഇതുപോലെ വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ലൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. അതുവരെ നമസ്കാരം. അപ്പോൾ ഓണത്തിൻ്റെ ഒരു പ്രധാന പരിപാടി പൂക്കളവിടുന്നതാണ്. അത് അത്തം നാൾ മുതലാണ് തുടങ്ങുന്നത്. പിന്നീട് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് ഓണത്തിൻ്റെ
തിരുവോണത്തിൻ്റെ തലേ ദിവസം. അന്ന് സാധന സാമഗ്രികൾ സംഭരിക്കാനും അതുപോലെ ഓണത്തിൻ്റെ അന്നുള്ള സദ്യ ഒരുക്കുന്നതിൻ്റെയൊക്കെ തിരക്കാണ് ഈ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. പോലെ വസ്ത്രങ്ങൾ എടുക്കാനും എല്ലാം എന്താണോ കുറവുള്ളത് അതെല്ലാം നികത്താനായിട്ടുള്ള ഒരു ഓട്ടം. അതാണ് ചുരുക്കി പറഞ്ഞാൽ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓണമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഈ പുതുവസ്ത്രങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഓണം എന്ന് പറയുന്നത് മലയാളിയുടെ കാർഷികോത്സവമായിട്ടും പറയുന്നുണ്ട്. അതായത് കൃഷി പുതിയതായിട്ട് കൃഷി തുടങ്ങാനും അതുപോലെ കാർഷിക വിഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വിപണനം ചെയ്യുന്നതും ഒക്കെ അനുബന്ധിച്ച് തിരുവോണം പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും മലയാളിയുടെ ഒരു ആഘോഷം എന്നതിലുപരി ലോകം മൊത്തമുള്ള ആൾക്കാരും ഇപ്പോൾ നമ്മുടെ തിരുവോണത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മലയാളി എന്ന് മാത്രമല്ല എല്ലാ നാനാ തരത്തിലുള്ള ആൾക്കാരും തിരുവോണം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ തിരുവോണാശംസകൾ നേരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടെ ചുരുക്കുന്നു. ഇനിയും പുത്തൻ അറിവുകളുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.